അടുക്കളയിൽ ഗ്യാസ് കുറ്റി കാലിയാണെങ്കിൽ വയറ്റിന്ന് ഗ്യാസ് പോകുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ കുറ്റി കൊണ്ട് നമുക്ക് വർക്കൗട്ട് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം ദുരഭിമാനം എന്ന് പറയുന്ന സംഭവം തലക്ക് പിടിച്ചിരിക്കുകയാണല്ലോ. അപകടം ഉണ്ടാവും. അതുകൊണ്ട് പുറത്ത് സെറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഈ ഒരു ഗ്യാസ് കുറ്റിയുടെ ഇപ്പോഴത്തെ സ്ഥാനം ഇതുപോലെ വീടിൻ്റെ സെൻട്രൽ ഹാളിലും അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലൊക്കെയാണ് കേട്ടോ. ഏഴാം കടലും കടന്ന് പ്ലെയിനുകൾ അക്കരെ പറത്തിയെന്ന് പറഞ്ഞിട്ടോ ഇവിടുന്ന് റോക്കറ്റ് അല്ലെങ്കിൽ മംഗൾയാൻ നമ്മൾ ചന്ദ്രനിലേക്ക് വിട്ടെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല മോനെ. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ അടുക്കള പുകയാതിരുന്നോ? അവിടെ നിങ്ങൾ തോറ്റു. നിങ്ങൾ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഗ്യാസ് ഇല്ല, നിങ്ങളുടെ അടുക്കള പുകയാൻ പറ്റാത്ത നിങ്ങൾ എന്തിനാണ് ആ റോക്കറ്റ് വിട്ട് കളിക്കുന്നേ? നിർത്തിക്കൂടെ? സുഹൃത്തുക്കളെ, ഒരു യുദ്ധം വന്നാൽ മാത്രം മതി നമ്മുടെ അടുക്കള പുകയാത്ത അവസ്ഥയാണ് മലയാളികൾക്ക്. പല ആൾക്കാർക്കും ദുരഭിമാനം കൊണ്ട് അങ്ങ് തലപ്പത്ത് കയറിയിട്ടാണ് ഉള്ളത്. ഗ്യാസിൽ വെച്ച് ശീലിച്ചത് കൊണ്ട് തന്നെ കുടിക്കുന്ന വെള്ളം പോലും ഒരു സാധാ അടുപ്പ് കത്തിച്ച് വെള്ളത്തിൽ കുടിക്കാൻ പറ്റില്ല, ഗ്യാസിൽ തന്നെ കുടിക്കണം. അല്ലെങ്കിൽ അതിനു വേണ്ടി പുറത്തു പോയി കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളുടെ തലയിൽ കയറിയിട്ട് കുറേ കാലമായി. എത്രത്തോളം നമുക്ക് സൗകര്യങ്ങൾ കൂടുന്നോ അത്രത്തോളം നമ്മൾ മടിയന്മാരായി വരികയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പൈസയുണ്ട്, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്നൊക്കെ പറയുന്ന ആൾക്കാർ പൈസ കൊടുത്തിട്ട് പോലും ഇപ്പം നിങ്ങളുടെ അടുക്കള പുകയാത്തൊരവസ്ഥയാണുള്ളത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യൻ ആരാണ് ശത്രു? ഇവിടെ മനുഷ്യന്മാർ തന്നെ. ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നതും നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. ഇപ്പം തൊട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചൊരു കാര്യമുണ്ട് നിങ്ങളോട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിരുന്ന പല ആൾക്കാരും ഇപ്പോൾ അവർ ബെഡ്റൂമിലും സെൻട്രൽ ഹാളിലും അതുപോലെ തന്നെ കാര്യപ്പെട്ട പല സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പം ഗ്യാസിൻ്റെ സിലിണ്ടർ കൊണ്ടുവെക്കുന്നത്. കാരണം എന്താണ്? ചിലപ്പോൾ മോഷ്ടിച്ച് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. അപ്പം എന്താവും? ഉള്ളതും പോയി കിട്ടും. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. കാരണം ഇതിൻ്റെ രൂക്ഷമായിട്ടുള്ള ക്ഷാമം നേരിടുന്നൊരു അവസ്ഥയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ വ്ളോഗർമാർ തന്നെ പലതരത്തിൽ വീഡിയോസ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് അങ്ങോട്ട് കസറും, എന്നാലല്ലേ നമുക്ക് റീച്ച് കിട്ടും. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ കൊറോണയോ ഇനി ഇതിക്ക് മേലെ എന്തെങ്കിലും ഒരു സംഭവം വന്നാലും മനുഷ്യന്മാരുടെ അഹങ്കാരവും അസൂയ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരു പൊടി പോലും കുറയില്ല. നിങ്ങളത് എഴുതി വെച്ച വേണമെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുമാണ്. നമ്മളിപ്പം ഇവിടെ നിന്ന് മംഗൾയാൻ അങ്ങോട്ട് ചന്ദ്രനിലേക്ക് വിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുക്കള പുകയുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ടൊക്കെ എന്താണ് കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, വലിയ വലിയ പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൈസ മുടക്കിയിട്ട്. പക്ഷേ ഒരു യുദ്ധം വരുമ്പോഴേക്കും മലയാളികളുടെ അടുപ്പ് പുകയുന്നില്ല, വീട്ടിൽ ഭക്ഷണം വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം ആദ്യം കണ്ടെത്തണ്ടേ? അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമ്മളിപ്പോൾ റോക്കറ്റ് വിടുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം നമ്മുടെ നിലനിൽപ്പല്ലേ കാര്യം, അത് കഴിഞ്ഞേ മറ്റെന്തും ഉള്ളൂ. നമ്മളിപ്പം തേങ്ങയാണ്, മാങ്ങയാണ്, ചക്കയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് റഷ്യയിലേക്ക് വിട്ടു, റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് വിട്ടു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പോലും നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കാര്യമൊക്കെ വേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം മലയാളികൾ തന്നെ സത്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ ദുരഭിമാനികളാണ്. കാരണം ഇപ്പോൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിന് നിങ്ങൾ അടുപ്പ് കണ്ടിട്ടുണ്ടോ? അടുപ്പുകളില്ലാത്ത വീടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? വീടിൻ്റെ മെയിൻ്റെനൻസ് ഓർത്തിട്ടാണ്. കാരണം അടുപ്പ് വീട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വീട് കരി പിടിക്കും, നല്ല രീതിക്കുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് അവസ്ഥ? ഗ്യാസ് മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് എളുപ്പത്തിലുള്ള കുക്കിംഗ് ആ ഒരു രീതി ഉദ്ദേശിച്ചാണ് ഇപ്പം വീട്ടിൽ അടുപ്പ് പോലും ഇല്ലാത്ത. എന്നിട്ടിപ്പോൾ എന്താ അവസ്ഥ? ഇതുപോലുള്ള സ്ട്രൈക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് കഴിക്കാൻ ശ്രമിക്കും. പുറത്തും ഇപ്പോൾ കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം ഒരുപാട് ഭാഗം ഹോട്ടലുകളും ഇപ്പോൾ എന്താ പറയുക, ഈ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് പല ഫുഡുകളും അവർ ക്യാൻസൽ ആക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള വെബ്സൈറ്റുകൾക്ക് പോലും പണി കിട്ടിയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തൊഴിലെടുക്കുന്നതും അതുപോലെ തന്നെ ഇതിലൂടെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം അവർക്ക് പോലും മുട്ടം പണിയാണ്. കാരണം ഹോട്ടലുകളൊന്നും ഇപ്പം ചില ഫുഡുകളൊക്കെ ക്യാൻസലാക്കി അവർ ആ ഓർഡറൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചില ഹോട്ടലൊക്കെ അടച്ചിട്ടിട്ടുമുണ്ട്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആദ്യം പരിഹരിക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ എവിടത്തേക്കും റോക്കറ്റ് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മലയാളികൾക്ക് വന്നിട്ടുള്ളത്. മലയാളികളല്ല, നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ളൊരവസ്ഥയാണ് പറയുന്നത്.
അതിലേറ്റവും കൂടുതൽ ദുരഭിമാനം നമ്മൾ മലയാളികൾക്കാണ്. അതിലൊന്നാം സ്ഥാനം മലയാളികൾക്ക് തന്നെ കിട്ടും. അത് ഒരു മാറ്റവും ഇല്ല ആ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ. കാരണം ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോലും പുറത്തു പോയി വാങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇങ്ങനെ ദുരഭിമാനം കൊണ്ട് നടക്കുന്നത്? ഇതിൻ്റെ ഒരു ക്ഷാമം വന്നാൽ അതിൻ്റെ അടുത്ത പരിപാടി നമ്മൾ നോക്കുക, ഒരടുപ്പ് സെറ്റ് ചെയ്യുക, നമ്മൾ അതിൻ്റെ അകത്ത് വേണമെന്ന കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഗ്യാസ് തന്നെ വേണമെന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പരിപാടി നടക്കില്ല. നമ്മൾ ചത്താലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ അഭിമാനം വലിയ പ്രശ്നമാണ്. അഭിമാനമല്ല, ദുരഭിമാനം. അതുകൊണ്ട് നടക്കണം എന്നുള്ളൊരു ലക്ഷ്യക്കാരാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ. ആ ഒരു സ്ഥാനം നമ്മൾ മലയാളികൾക്കേ കിട്ടൂ, സത്യം പറയാം. എന്നാൽ ഇതുപോലുള്ളൊരു യുദ്ധം മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരെ. ഇപ്പം പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, സാധനം കിട്ടാനില്ല ഇവിടെ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിൽ യോജിപ്പ് വേണം. ഈ യുദ്ധങ്ങളില്ലാതിരുന്നാൽ മതി, ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു. എല്ലാ ആൾക്കാരും പരസ്പരം യോജിച്ചു പോയാൽ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ മനുഷ്യനാണെന്നുള്ള കാര്യം എല്ലാവരും മറന്നിട്ടാണ് ഉള്ളത്. എല്ലാവർക്കും എന്താ ചിന്ത, ഞാൻ മാത്രം വലിയ ആൾക്കാരാണെന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള പല കാര്യങ്ങളും വരുന്നത്. ഇപ്പം ന്യൂസുകൾ തന്നെ പല ന്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം സിലിണ്ടർ കപ്പൽ മുഖാന്തരം ഇന്ന പോലുള്ള കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ വരും. പിന്നെ ചില ആൾക്കാർ, ഇതിൻ്റെ ഓപ്പറേറ്റർമാർ കുറേ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട്, വാചകം പിന്നെ ഇത് മുടങ്ങില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമ്മളത് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, ജനങ്ങളെ ഒന്ന് പരിഭ്രമപ്പെടുത്തണ്ട എന്നുള്ള രീതിയിലും കൂടെ ആയിരിക്കും. ഇപ്പം പല സ്ഥലത്തും ചില വീടുകളിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ ഈ വാണിജ്യത്തിനായിട്ട് വീട്ടിലുള്ള സിലിണ്ടറൊക്കെ കൊണ്ടുപോകും. കാരണം വീട് പുകഞ്ഞാലും കുഴപ്പമില്ല, പുകഞ്ഞില്ലേലും കുഴപ്പമില്ല, അടുക്കള പുകഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പുകഞ്ഞില്ലേലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കച്ചവടം നടക്കണമെന്ന് ചിന്തിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള മുട്ട പണിയാണ് നിങ്ങൾക്ക് കിട്ടുക. അതിന് നല്ല രീതിക്കുള്ള കർശനമായിട്ടുള്ള ശിക്ഷയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക കേട്ടോ. വീടാവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഗ്യാസ് അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥയിൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് അഡീഷണലായിട്ട് ഒരു അടുപ്പ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. നിങ്ങളെ വീടിന് പുറത്തായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി പുറത്ത് സെറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അഡീഷണലായിട്ട് ഒരു അടുപ്പ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വേണം. കാരണം ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങളുടെ ദുരഭിമാനം ആദ്യം അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഉള്ള സംഭവത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് ഞാനിപ്പോൾ ഗ്യാസിലേ കുക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ചത്താലും കുഴപ്പമില്ല, എൻ്റെ ദുരഭിമാനം വലുതെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ ഉള്ള സമയത്ത് ഓക്കെ, നിങ്ങൾ എൻ്റർടൈൻ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തോ. പക്ഷേ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ എല്ലാവരും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം പല സ്ഥലത്തും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം പറഞ്ഞില്ലേ, വലിയ വലിയ വീടുകളാണ്, അടുപ്പ് പോലും ഇല്ലാത്ത വീടുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രതിസന്ധി വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾ പുറത്ത് ഒരടുപ്പ് അഡീഷണലായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയൊരു മറ്റ് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ എന്തായാലും കണ്ടെത്തണം. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇനി ഒരുപാട് വന്നേക്കാം നമ്മുടെ രാജ്യത്ത്. കാരണം ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പോലും അറിയില്ല. എല്ലാം മറ്റുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ നേരിടാൻ ഇനിയും നമ്മൾ തയ്യാറായി ഇരുന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങണം. അല്ലാണ്ട് ഇത് സ്ട്രൈക്കിലാണ് അത് സ്ട്രൈക്കിലാണെന്ന് വെച്ച് നമുക്കിപ്പോൾ നമ്മുടെ കാര്യം നടത്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അഡീഷണലായിട്ട് ഒരു അടുപ്പ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ദുരഭിമാനം അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിക്കുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കുക. ആദ്യം ആരോട് പറയാനല്ലേ, ഇതിങ്ങനെ നമ്മൾ എത്ര കേട്ടു, ഇതുപോലുള്ള എത്ര സംഭവങ്ങൾ വന്നു അല്ലേ. സുനാമി, അതുപോലെ തന്നെ കൊറോണ, ഇപ്പം ഇതാ ഗ്യാസിൻ്റെ യുദ്ധം, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു അല്ലേ. എന്നാലും നമുക്കൊരു കുലുക്കവുമില്ല. നമ്മൾ നമ്മുടെ ദുരഭിമാനത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് ചത്താലും ശരി, കുഴപ്പമില്ല. ചത്താലും നമുക്ക് നമ്മുടെ ദുരഭിമാനം വലുത് അല്ലേ. മലയാളികളെ തന്നെയാണ് നമ്മൾ നമിക്കേണ്ടത് കേട്ടോ. വെള്ളം കുടിക്കാണ്ട് ചത്താൽ പോലും നമുക്ക് നമ്മുടെ ദുരഭിമാനം മാത്രം വലുതെന്ന് പറയുന്ന ലോകത്തുള്ള ഒരേ ഒരു ഭാഷക്കാർ നമ്മൾ മലയാളികളായിരിക്കും. അതുകൊണ്ട് നമുക്കൊക്കെ അഭിമാനിക്കാം കേട്ടോ. ഏതായാലും ശരി കേട്ടോ. ഇന്നത്തെ ഈ ഒരു കാര്യം പ്രതിസന്ധി ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യം സത്യസന്ധമായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചീത്തവിളിയായിട്ടോ നിങ്ങളുടെ അഭിപ്രായമായിട്ടോ എന്ത് തേങ്ങാക്കൊലയായിട്ടോ എങ്കിൽ. കാരണം എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പോസിറ്റീവാണെന്ന് തോന്നിയ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്കാണ് ബാക്കി റൂൾസ്. ഓക്കെ ശരി, സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ റെഡി, 1 2 3
1 2 3 4. ഓക്കെ, എന്നെ ഇവിടെ വെച്ചേക്കാം. ഇനി നമ്മുടെ കൈയുടെ ഊപ്പാട് തീരും. അത് കട്ട് ചെയ്ത് വിടണേ.